എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ കൺട്രോൾ ക്യാബിനറ്റിന്റെ ഡിസൈൻ ലേഔട്ട്, കൺട്രോൾ എലിമെന്റുകളെ അസംബിൾ ചെയ്യൽ, ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ് റിവേഴ്സ് ഓപ്പറേഷനായുള്ള വയറിംഗ് ആക്സസറികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് മോട്ടറിന്റെ ഫോർവേഡ് റിവേഴ്സ് ഓപ്പറേഷനായി കൺട്രോളും പവർ സർക്യൂട്ടും വരയ്ക്കുക, കൺട്രോൾ പാനലിൽ ലേഔട്ട് അടയാളപ്പെടുത്തുക, ആക്സസറികൾ വയറപ്പ് ചെയ്യുക, റൂട്ടിംഗ്, ബഞ്ചിങ്, ടൈയിങ് എന്നിവയിലൂടെ വയറിംഗ് ക്രമീകരിക്കുക, ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് എന്നിവയ്ക്കായി കൺട്രോൾ പാനൽ പരിശോധിക്കുക തുടങ്ങിയവ കഴിയും. ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, സ്ക്രൈബർ 100 mm ഒരെണ്ണം, ഹാക്സോ ഫ്രെയിം ബ്ലേഡോടുകൂടി 300 mm ഒരെണ്ണം, ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ 6 mm കപ്പാസിറ്റി ഒരെണ്ണം, HSS ഡ്രിൽ ബിറ്റ് 6 mm ആൻഡ് 3 mm ഒരെണ്ണം, റൗണ്ട് നോസ് പൈലർ 150 mm ഒരെണ്ണം, ക്രിമ്പിംഗ് ടൂൾ 200 mm ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, മെഗർ 500 വോൾട്ട് ഒരെണ്ണം, കോൺടാക്ടർ 4 പോൾ 16 ആംപിയർ 240 വോൾട്ട് ഒരെണ്ണം, തെർമൽ ഓവർലോഡ് റിലേ 10 ആംപിയർ 415 വോൾട്ട് ഒരെണ്ണം, ഓവർലോഡ് റിലേ 15 ആംപിയർ 415 വോൾട്ട് ഒരെണ്ണം, പുഷ് ബട്ടൺ പച്ച, ചുവപ്പ്, പച്ച ഒരെണ്ണം വീതം, ഇൻഡിക്കേറ്റർ ലാമ്പ് ഹോൾഡറോടുകൂടി ചുവപ്പ്, മഞ്ഞ, നീല ഒരെണ്ണം വീതം, MCB 3 പോൾ 16 ആംപിയർ 415 വോൾട്ട് ഒരെണ്ണം, റേസ് വേസ് 1 മീറ്റർ, DIN റെയിൽ 1 മീറ്റർ, വയർ ക്ലിപ്പുകൾ ആവശ്യാനുസരണം, ടെർമിനൽ കണക്ടറുകൾ ആവശ്യാനുസരണം, വയർ ഫെറൂൾ ആവശ്യാനുസരണം, ഗ്രോമെറ്റ്സ് ആവശ്യാനുസരണം, ലഗ് ഓർ തിമ്പിൾ ആവശ്യാനുസരണം, കേബിൾ ബൈൻഡിംഗ് സ്ട്രാപ്പുകളും ബട്ടണുകളും 10 മീറ്റേഴ്സ്, നൈലോൺ കേബിൾ ടൈസ് 15 എണ്ണം, PVC 1.5 സ്ക്വയർ മില്ലിമീറ്റർ, കോപ്പർ കേബിൾ 660 വോൾട്ട് ആവശ്യാനുസരണം, അസോർട്ടഡ് സൈസ് ബോൾട്ടുകളും നട്ടുകളും ആവശ്യാനുസരണം. എക്സസൈസിന് മുൻപ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷൻ കൺട്രോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് കൺട്രോൾ എന്നാൽ മോട്ടറിലേക്കുള്ള 3 ഫേസ് പവർ സപ്ലൈയുടെ ക്രമം മാറ്റിക്കൊണ്ട് ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ മോട്ടറിന്റെ റൊട്ടേഷൻ ദിശ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈനംദിന ഉപയോഗത്തിൽ ഇൻഡക്ഷൻ മോട്ടോറുകളുടെ ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷന്റെ ചില ഉദാഹരണങ്ങൾ: ലിഫ്റ്റുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ. നമ്മുടെ ഇന്നത്തെ എക്സസൈസിൽ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷൻ കൺട്രോളിനായി ആദ്യം കൺട്രോൾ പവർ സർക്യൂട്ട് ഡയഗ്രാം വികസിപ്പിക്കേണ്ടതുണ്ട്. കൺട്രോളും പവർ സർക്യൂട്ടും വരച്ച് കൃത്യത പരിശോധിക്കുക. ചിത്രം 1, 2. ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷനുള്ള കൺട്രോൾ സർക്യൂട്ടിന്റെ സ്കീമാറ്റിക് ഡയഗ്രാമിൽ ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്പറേഷനായി സർക്യൂട്ട് അടയ്ക്കുന്നതിന് ഞങ്ങൾ സാധാരണയായി തുറന്നിരിക്കുന്ന പുഷ് ബട്ടൺ ഉപയോഗിച്ചു. മോട്ടോർ നിർത്തുന്നതിന് സാധാരണയായി അടച്ച പുഷ് ബട്ടൺ. ഓവർലോഡ് കറണ്ടുകളിൽ നിന്ന് മോട്ടറിനെ സംരക്ഷിക്കാൻ OLR. ഫോർവേഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്പറേഷൻ അമർത്തി മോട്ടോർ ദിശ മാറ്റുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനം ഒഴിവാക്കാൻ ഇന്റർലോക്ക് കോൺടാക്റ്റുകൾ ഉപയോഗിക്കുന്നു. കൺട്രോളിലും പവർ സർക്യൂട്ട് ഡയഗ്രാമിലും ടെർമിനൽ നമ്പർ ലേബൽ ചെയ്യുക. ഇപ്പോൾ വികസിപ്പിച്ച കൺട്രോൾ സർക്യൂട്ട് അനുസരിച്ച് ലേഔട്ട് ഡയഗ്രാം വരച്ച് കൺട്രോൾ പാനലിൽ ലേഔട്ട് അടയാളപ്പെടുത്താം. ആദ്യം ഒരു ലേഔട്ട് ഡയഗ്രാം വരയ്ക്കുക. ആവശ്യമായ ആക്സസറികൾ തിരഞ്ഞെടുത്ത് പരിശോധിക്കുക. കൺട്രോൾ പാനൽ ക്യാബിനറ്റിനുള്ളിലെ ലേഔട്ട് അടയാളപ്പെടുത്താൻ ഒരു സ്റ്റീൽ റൂളറും സ്ക്രൈബറും ഉപയോഗിക്കുക. ലേഔട്ട് ഡയഗ്രാം അനുസരിച്ച് DIN റെയിലുകളും റേസ് വേകളും അടയാളപ്പെടുത്തി മുറിക്കുക. ഫിക്സിംഗ് ഹോളുകൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തലുകൾ അനുസരിച്ച് കൺട്രോൾ ആക്സസറികൾ, DIN റെയിലുകൾ, റേസ് വേകൾ എന്നിവ ശരിയാക്കാൻ ഡ്രില്ലുകൾ ഉണ്ടാക്കുക. സ്ക്രൂകളും ബോൾട്ടുകളും ഉപയോഗിച്ച് കൺട്രോൾ ആക്സസറികൾ, റേസ് വേകൾ, DIN റെയിലുകൾ എന്നിവ ഫിക്സ് ചെയ്യുക. അവസാനമായി അടയാളപ്പെടുത്തലുകൾ അനുസരിച്ച് ഇൻഡിക്കേറ്റർ ലാമ്പ്, പുഷ് ബട്ടൺ, വയർ ക്ലിപ്പുകൾ എന്നിവയ്ക്കായി പാനലിന്റെ വാതിലിൽ ആവശ്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ ഡ്രില്ലുകൾ അടയാളപ്പെടുത്തി ഉപയോഗിക്കുക. അടുത്തതായി നമുക്ക് കൺട്രോൾ സർക്യൂട്ട് വയർ ചെയ്യാം. ലേഔട്ട് അനുസരിച്ച് കൺട്രോൾ പാനലിൽ റിലേ കോൺടാക്റ്റുകൾ, പുഷ് ബട്ടണുകൾ, ഇൻഡിക്കേറ്റിംഗ് ലാമ്പുകൾ മുതലായവ പോലുള്ള നിയന്ത്രണ ആക്സസറികൾ ശരിയാക്കുക. ലേഔട്ട് അനുസരിച്ച് കേബിൾ അളന്നു മുറിക്കുക. ലേഔട്ട് അനുസരിച്ച് ടെർമിനലുകളുടെ രണ്ടറ്റത്തും ഫെറൂൾ നമ്പറുകൾ ചേർക്കുക. എളുപ്പമുള്ള അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് അധിക നീളമുള്ള വയറുകൾ റേസ് വേകളിൽ വിടുക. റേസ് വേകളിൽ വയറുകൾ ഓരോന്നായി പ്രവർത്തിപ്പിക്കുക. വയറുകളുടെ ക്രോസ് ഓവർ ഒഴിവാക്കുക. ക്രോസ് ഓവർ ഒഴിവാക്കാൻ വെർട്ടിക്കൽ വയറുകൾക്ക് മുകളിലൂടെ ഹൊറിസോണ്ടൽ റൺ നടത്താം. വയർ അറ്റങ്ങൾ സ്കിൻ ചെയ്യുക. അനുയോജ്യമായ ലഗുകൾ
തിമ്പിൾസ് ഉപയോഗിച്ച് മുറുക്കുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് പവർ കൺട്രോൾ സർക്യൂട്ടിന്റെ വയറുകൾ ബന്ധിപ്പിക്കുക. ചിത്രം 7-8. റേസ് വേയിൽ വയറുകൾ റൂട്ട് ചെയ്യുക. കേബിൾ ബൈൻഡിംഗ് സ്ട്രാപ്പുകളും ബട്ടണുകളും ഉപയോഗിച്ച് റേസ് വേയിൽ വയറുകൾ പഞ്ച് ചെയ്ത് കെട്ടുക. അധിക വയറുകൾ വളവിലോ റേസ് വേയിലോ വിടുക. വയറിങ്ങിന് മുകളിൽ PVC റേസ് വേസ് മൂടുക. റേസ് വേകൾ മറയ്ക്കുമ്പോൾ കേബിൾ ക്രഷ് ആകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ ശ്രദ്ധ നൽകുക. ഹിഞ്ചഡ് വാതിലുകളിൽ വയറുകളുടെ യു ലൂപ്പുകൾ ഉണ്ടാക്കുക. ബഞ്ചാക്കി വാതിലുകളിൽ കേബിളുകൾ കെട്ടുക. പാനൽ വാതിലിൽ കേബിളുകൾ പിടിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ വയർ ക്ലിപ്പ് ചെയ്യുക. യു ലൂപ്പ് പാനൽ വാതിലിന്റെ ചലനത്തെയും അടയ്ക്കുന്നതിനെയും തടസ്സപ്പെടുത്തരുത്. ഡയഗ്രാമും ടെർമിനൽ വിശദാംശങ്ങളും അനുസരിച്ച് ഇൻകമിംഗ് ഔട്ട്ഗോയിങ് ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. കേബിളുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഗ്രോമെറ്റുകൾ ഉപയോഗിക്കുക. പാനലും ഡോറും ലോഹ ഉപകരണങ്ങളും എർത്ത് ചെയ്യുക. ഒന്നിലധികം എർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കോമൺ എർത്ത് ടെർമിനൽ സ്ട്രൈപ്പുകൾ ഉപയോഗിക്കുക. പാനലിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആക്കുക. IR മൂല്യം 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ ഉചിതമായ പരിഹാര നടപടി സ്വീകരിക്കുക. മോട്ടറിന്റെ ഫുൾ ലോഡ് കറണ്ട് റേറ്റിംഗ് അനുസരിച്ച് ഓവർലോഡ് റിലേ സജ്ജമാക്കുക. ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് എന്നിവയ്ക്കായി നമുക്ക് ഇപ്പോൾ കൺട്രോൾ പാനൽ പരിശോധിക്കാം. മെയിൻ സപ്ലൈയിലേക്ക് മാറുന്നതിന് മുൻപ് ആദ്യം നമ്മൾ കൺട്രോൾ സർക്യൂട്ട് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ ആദ്യം കൺട്രോൾ സർക്യൂട്ട് വിതരണം മാത്രം ഓണാക്കുക. ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ് സ്റ്റാർട്ട് പുഷ് ബട്ടണുകൾ പ്രവർത്തിപ്പിച്ച് ഫോർവേഡ്, റിവേഴ്സ് ഇൻഡക്ഷൻ മോട്ടോർ പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുന്ന കൺട്രോൾ പാനൽ പരിശോധിക്കുക. ഫോർവേഡ് പുഷ് ബട്ടൺ അമർത്തുമ്പോൾ ഫോർവേഡ് റിലേ കോൺടാക്ടർ മാത്രമേ എടുക്കാവൂ. അതുപോലെ റിവേഴ്സ് പുഷ് ബട്ടൺ അമർത്തുമ്പോൾ റിവേഴ്സ് റിലേ കോൺടാക്ടർ മാത്രമേ എടുക്കാവൂ. കോൺടാക്ടർ പിക്കും ഡ്രോപ്പുകളും യഥാക്രമം ഉറപ്പാക്കുക. സ്റ്റോപ്പ് പുഷ് ബട്ടൺ അമർത്തുമ്പോൾ എല്ലാ റിലേ കോൺടാക്റ്റുകളും ഡ്രോപ്പ് ചെയ്യണം. മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ മോട്ടറിന്റെ ദിശ മാറ്റാൻ കഴിയൂ എന്ന് ഓർക്കുക. മോട്ടോർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ലാമ്പുകൾ ശരിയായ പ്രവർത്തനം പരിശോധിക്കുക. കൺട്രോൾ സർക്യൂട്ട് തൃപ്തികരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മോട്ടറിന്റെ പവർ സർക്യൂട്ട് ഓൺ ആക്കുക. അവസാനമായി ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ് സ്റ്റാർട്ട് പുഷ് ബട്ടണുകൾ പ്രവർത്തിപ്പിച്ച് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷൻ പരിശോധിച്ച് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. ഈ സെറ്റപ്പിൽ നമ്മൾ കണ്ടത് കൺട്രോൾ പാനലിന്റെ ലേഔട്ട് എങ്ങനെ നിർമ്മിക്കാം, കൂടാതെ ഇൻഡക്ഷൻ മോട്ടറിന്റെ ഫോർവേഡ്, റിവേഴ്സ് ഓപ്പറേഷനായി കൺട്രോൾ എലമെന്റുകളും വയറിംഗ് ആക്സസറികളും എങ്ങനെ കൂട്ടിച്ചേർക്കാം. വരാനിരിക്കുന്ന സെഷനുകളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് ഈ ആശയങ്ങൾ ഒരു അടിത്തറയായിരിക്കും. ഈ സെഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.